Well, my dear friends, once again, Bharat Mata ki JFK here. Well, today we are discussing about the India telephone sector. They are going to stop such a duopoly system. Only Jio and Airtel is going to play the game in the telephone industry. Of course, the Vodafone is there, but unfortunately, they have some sort of issues. Then, once upon a time, this Kumaramangalam Birla is resigned, then the share market is come down, then, you know, then it is our finance department has given some sort of reductions and exemption, some sort of long-term plans and such a thing. They try to reinstate them such a way. So things are moving. Again, they are facing a big problem now is 1 lakh CR, something like that, and go plus or minus. Now again, government decided to take some sort of a stack from them and reinstate them. ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയും എയർടെല്ലും മാത്രമായിരുന്നു കഴിഞ്ഞാൽ അവർ രണ്ടുമാരും അവർക്ക് തോന്നിയ പോലെ താരിഫും അവർ തോന്നിയ പോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അത് ഗവൺമെൻറ്റിന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അവർ ഒരു കാരണവശാലും വോഡാഫോൺ ഈ ഗെയിമിൽ നിന്ന് പോകാൻ ഇടകൊടുക്കുന്നില്ല. അവർ പറയുന്നത് വോഡാഫോണും വേണം, കൂടുതൽ BSNL അത്തരത്തിലുള്ള പല ആളുകളും വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ നല്ലതാണ് പബ്ലിക്കിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ജിയോ അവർക്ക് തോന്നിയ പോലെ റേറ്റ് കൂട്ടുകയും വോഡാഫോൺ അവർ രണ്ടുപേരും മർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് മാക്സിമം റേറ്റ് മേടിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? അവർ സെൽഫ് ഗവൺമെൻറ് തലത്തിലുള്ള സ്റ്റേക്കുകൾ എടുത്തുകൊണ്ടും അവരുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്തിട്ടും അവരെ സഹായിക്കുന്ന രീതിയിലോട്ട് കടന്നു വന്ന് ലോങ് ടേം അവർക്ക് ടൈം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത്രയും പണം ഇത്രയും കാലത്തിന് ശേഷം തന്നാൽ മതി എന്നുള്ള ചില ഗവൺമെൻറ് നയങ്ങളിലൂടെ പല സപ്പോർട്ടും ചെയ്ത് വോഡാഫോണിനെ പിടിച്ചു നിർത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ മിഡിൽ ഈസ്റ്റിലും മറ്റും കണ്ടിരുന്നു ഒരൊറ്റ കമ്പനി മാത്രമാണ്ടായിരുന്നു. പിന്നെ അത് ഡിയോപ്പൊളി രണ്ട് കമ്പനികൾ വന്നു. അങ്ങനെ ആകുമ്പോൾ അവർ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇത്തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിവേ, ഇതിനോട് അനുബന്ധിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, പല സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഉദാഹരണം ഫോർ എക്സാമ്പിൾ കേരളീയരായ ആളുകൾ ഇവിടുന്ന് മൂന്നാറിലോ മറ്റോ സ്ഥലങ്ങളിലോ പോയി കഴിഞ്ഞാൽ അവിടെ ജിയോയും വർക്ക് ചെയ്യില്ല, എയർടെല്ലും വർക്ക് ചെയ്യില്ല, BSNL മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ട് പറയാം. ഇന്ത്യയുടെ കേരളത്തിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ചില അൺഎഫിഷ്യൻ്റായിട്ടുള്ള കാര്യങ്ങളും നല്ല മാനേജ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം എന്ന് കരുതപ്പെടുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടും ഫെയിലിയറായി കാണപ്പെടുന്നു. ടാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിനോട് ചേർന്നിട്ട് അത് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് 100% സക്സസ് ആയി വന്നിട്ടില്ല. എങ്കിലും 4-5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ടെലിഫോൺ സെക്ടറിൽ BSNLോട്ട് കടന്നു വന്നതായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ജിയോയും എയർടെല്ലും അവർക്ക് തോന്നിയ പോലെ റേറ്റ് കൂട്ടുന്നതും അവർ വേറെ സപ്പോർട്ടീവായിട്ടൊന്നും ജനങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കുന്നതും ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു കാര്യം നടന്നു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഗവൺമെൻറ് നമുക്കെല്ലാവർക്കും ഏത് മൊബൈലായി കഴിഞ്ഞാലും അവർക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഏത് ടവറിൻ്റെ അടിയിൽ കഴിഞ്ഞാലും ലൈൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇൻട്രാ സർക്കിൾ റൂമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു, ICR. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പല ടവറുകളും അവർ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് എയർടെല്ലായിരിക്കും ജിയോ ആയാലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവരുടേതായി മാത്രമാണ് ചെയ്യുന്നത്. അല്ല, ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ ടവറിലോട്ട് ഒരു വ്യക്തി അവിടുന്ന് ഏതെങ്കിലും ഫോണിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഫോൺ വിളിക്കുകയാണെങ്കിൽ അത് കിട്ടില്ലെങ്കിൽ ഈ ടവറുമായി ലിങ്ക് ചെയ്തിട്ട് അവർക്ക് ഫുൾ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ പുതുതായിട്ട് അടുത്തൊരു കാര്യം വന്നിരിക്കുന്നത്, നിങ്ങളെല്ലാവർക്കും വോയിസ് ആൻഡ് SMS പാക്കേജ് കൊടുക്കണം. കാരണം ഇന്ത്യയിൽ ഒത്തിരി 140 കോടി ജനങ്ങൾ, വളരെയധികം ആൾക്കാർ ഇന്ന് വളരെ ചെറിയ ഫോണും മറ്റേ പഴയ ടൈപ്പുള്ള സ്മാർട്ട് ഫോൺ അല്ലാത്ത പലതും ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിൽ നിങ്ങൾ ഡാറ്റ മാത്രം കൊടുക്കുന്ന സംവിധാനം 490, 299, 107 ഇത്തരത്തിലുള്ള പാക്കേജുകൾ മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡാറ്റയുടെ ആവശ്യമില്ല, മറ്റുള്ള സംവിധാനങ്ങൾ വേണ്ട, ഓൺലി വോയിസ് മെസ്സേജ് ഓർ SMS വേണം. അപ്പോൾ ജിയോ ആൻഡ് എയർടെൽ they are not providing such a thing. Now government strictly told them to, you must provide them and charge them such a way എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഇവർക്കൊരു അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
ഏവറേജ് 35,000 വില്ലേജുകൾ ഇത്തരത്തിലുണ്ടെന്നാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഇതിൽ 27,000 ടവറുകൾ നമുക്ക് ടോട്ടൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ടോട്ടൽ ഓൾ ടുഗദർ 1.7 lakh വില്ലേജ് ആയി കണക്ട് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വലിയൊരു സംഭവം തന്നെയാണ്. ഇവിടെ ഇപ്പോഴും പഴയ ടെലിഫോൺ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അവരുടെ സാമ്പത്തിക ഘടനയും സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനെ ജിയോയും എയർടെല്ലും മുതലെടുക്കുന്നു. അവർ സാധാരണഗതിയിൽ അവരുടെ ഷെയർ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര വേഗത്തിലാണ് അവർ കുതിച്ചു മോളി കയറിയിരിക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ പൈസയും വരുമാനവും എവിടെ നിന്നുണ്ടാക്കുന്നു? നമ്മളായ പാവങ്ങളായ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇതിന് ഗവൺമെൻറ് തലത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത് വളരെ അത്യാവശ്യമാണ്, നല്ല കാര്യമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മളിപ്പോൾ മൂന്നാറോ എവിടെയോ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ആൾക്കാർ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരുടെ കയ്യിൽ ജിയോയും 2 പേരുടെ കയ്യിൽ എയർടെല്ലും ആണെങ്കിൽ അതിൽ ഡ്രൈവറുടെ കയ്യിൽ BSNL ആയിരിക്കും. അപ്പോൾ അയാൾക്ക് BSNL മാത്രമേ ആ ഏരിയയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ BSNL വർക്ക് ചെയ്യുകയാണെങ്കിലും അവർ ഈ ടവർ ലിങ്കിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ICR സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഏത് ലൈനാണോ നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ അവർക്ക് കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ഓവർ ടു അതർ സൈഡ്. അത് അവരുടെ തമ്മിലുള്ള ഇൻറ്റേർണൽ പ്രോബ്ലമാണ്. പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ച്, ഫോൺ വിളിക്കുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെ പോയാലും 4G കണക്ഷൻ കിട്ടുന്നതിനും അവർക്ക് അവരുടെ ടെലിഫോൺ കണക്ഷൻ വളരെ സുഗമമായി വർക്ക് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജിയോയും എയർടെല്ലും മാത്രം പോരാ, വോഡാഫോണും BSNLും മറ്റുള്ള പല ആളുകളും കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വൺസ് അഗെയിൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫ്രം ബൈ JFK. താങ്ക്സ്, ബൈ.